പേരാമ്പ്രയിൽ നടന്നിട്ടുള്ള UDF ആക്രമണം എന്ന് ഇപ്പോഴും പകൽ വെളിച്ചം പോലെ വ്യക്തമായിരിക്കുകയാണ്. നേരത്തെ ലൈഫ് പദ്ധതിയിൽ നിർമ്മിക്കപ്പെട്ട വീട് കോൺഗ്രസിൻ്റെ സംഭാവനയാണ് എന്ന് പ്രഖ്യാപിച്ച് ഉദ്ഘാടനം നടത്തുന്ന നിലയാണ് ഉണ്ടായത്. ഇത് പുറത്തു വന്ന ശേഷം പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കുന്ന നില ഉണ്ടായി. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI വമ്പിച്ച വിജയമാണ് എല്ലാ യൂണിവേഴ്സിറ്റികളിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും നേടിയിട്ടുള്ളത്. അവിടെ സംഘർഷമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ UDF ആസൂത്രിതമായി സംഘടിപ്പിക്കുകയുണ്ടായി. LDF പ്രവർത്തകർ സമാധാനപരമായി പിരിഞ്ഞു പോയപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പോലീസുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന തരത്തിലേക്കുള്ള നടപടികളാണ് UDFിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പോലീസിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിയുന്ന നിലവരെ ഉണ്ടായി. നേരത്തെ ആസൂത്രണം ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ടാണ് ബോംബുമായിട്ട് സ്ഫോടക വസ്തുക്കളുമായി കല്ല് ഉൾപ്പെടെയുള്ള എല്ലാം ശേഖരിച്ച് പോലീസിനെ ആക്രമിക്കുന്ന നില ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ UDFിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് പുറത്ത് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചപ്പോഴാണ് അത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസുകാർക്ക് നേരെ എറിഞ്ഞതാണ് എന്ന കള്ളപ്രചാരവേല യാതൊരു പ്രയാസമില്ലാതെ അടിച്ചുവിടുന്ന നില ഉണ്ടായത്. ഒരു MP തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള സംഘർഷം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയും ആസൂത്രണം ചെയ്ത് ബോംബ് ഉൾപ്പെടെ സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ കൊണ്ടുപോയി പോലീസിനെ ആക്രമിക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പരിക്കുപറ്റുന്ന നിലയാണ് ഉണ്ടായത്. ഇതിൻ്റെ തുടർച്ചയായി കേരളത്തിലുടനീളം ഒരുതരം കലാപം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം പ്ലാൻ ചെയ്ത് നടത്തിയത്. കോൺഗ്രസിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിച്ചതിലും ഇപ്പോഴ് KPCCയുടെ ജംബോ കമ്മിറ്റി രൂപീകരിച്ചത് തുടങ്ങിയും ഒക്കെയുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ ശക്തിപ്പെട്ടു നിൽക്കുന്ന സന്ദർഭത്തിൽ ജനശ്രദ്ധ മാറ്റുന്നതിനു വേണ്ടി കലാപങ്ങളും വർഗീയ ധ്രുവീകരണങ്ങളും ഉണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം UDFും കോൺഗ്രസും പ്രതിപക്ഷ നേതാവും എല്ലാം ചേർന്ന് വേറൊരു ഭാഗത്ത് നടത്തുകയാണ്. ജനാധിപത്യപരമായ രീതിയിൽ ജീവിക്കാനും ഭരണഘടനാപരമായി പ്രവർത്തിക്കാനും സാധിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് കേരളം. ആ സംസ്ഥാനത്ത് സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി മതവിദ്വേഷത്തിൻ്റെയും വർഗീയതയുടെയും നിലപാടുകൾ സ്വീകരിക്കുന്ന സമീപനം UDF ഇതിൻ്റെ ഒപ്പം തന്നെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ SDPIയും ഒക്കെ ചേർന്ന് സംഘടിപ്പിക്കുന്നു എന്നുള്ളതും വേറൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അപ്പോൾ സ്വാഭാവികമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന UDF നടത്തിക്കൊണ്ടിരിക്കുന്ന ഒപ്പം ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൂട്ടായ്മ ജനങ്ങൾ തിരിച്ചറിയണം എന്നാണ് ഞങ്ങൾക്ക് സംബന്ധിച്ച് പറയാനുള്ളത്. വളരെ ശ്രദ്ധേയമായ ഒരു നീക്കമാണ് കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ശ്രമം. ആയിരക്കണക്കിന് കർഷകർക്ക് വലിയ ആശ്വാസം നൽകത്തക്ക രീതിയിലുള്ള നിയമനിർമ്മാണവും ചട്ടപരിഷ്കരണവും എല്ലാം ചേർത്ത് മന്ത്രിസഭാ തീരുമാനത്തിൻ്റെ ഭാഗിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത്. ഇടുക്കിയിലെ ഭൂപ്രശ്നത്തിന്
അതുപോലെ പട്ടയ പ്രശ്നത്തിന് എത്രയോ വർഷക്കാലമായിട്ട് അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് ഇപ്പോൾ ഫലപ്രദമായ മറുപടി, ശരിയായ നിലപാട് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കൈകാര്യം ചെയ്തിരിക്കുകയാണ്. അതേപോലെ മലയോര മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾ. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവും നിയമനിർമ്മാണത്തിലൂടെ ഇപ്പോഴും സംസ്ഥാന ഗവൺമെൻറ് ഫലപ്രദമായി ഇടപെടുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ മേഖലയിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടലുകൾ അതെല്ലാം ലക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക. ഇത്തരം സന്ദർഭത്തിലാണ് വലിയ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായി അസത്യങ്ങൾ, കളവുകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തുന്നത്. അത് ജനങ്ങൾ ശരിയായ രീതിയിൽ തിരിച്ചറിയും എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ശബരിമലയിലുണ്ടായിട്ടുള്ള പ്രശ്നം മാധ്യമങ്ങളൊക്കെ കുറേ ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ കോടതിയും കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അയ്യപ്പൻ്റെ ഒരു സ്വത്തും നഷ്ടപ്പെട്ടു പോയിക്കൂടാ എന്ന ഉറച്ച നിലപാടോടുകൂടി മുമ്പോട്ടേക്ക് പോയതിൻ്റെ ഭാഗമായിട്ടാണ് ചരിത്രത്തിലില്ലാത്ത രീതിയിൽ വളരെ ഫലപ്രദമായി SIT അന്വേഷണം 2 ആഴ്ചക്കാലത്തെ പരിധി വെച്ചുകൊണ്ട് ദ്രുതഗതിയിൽ ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് അന്വേഷണം നടത്തി ഒന്നാം പ്രതിയെ, 2 കേസിലെയും ഒന്നാം പ്രതിയെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയും കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് ഒരു സംശയമില്ല, ആരൊക്കെയാണോ ഇതിൻ്റെ ഭാഗമായിട്ട് കുറ്റവാളികളായിട്ട് വരുന്നത് അവരെല്ലാം നിയമത്തിൻ്റെ മുൻപിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സാധിക്കും. അതിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് കോടതിയുടെ നിർദ്ദേശാനുസരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗമായും SITയുടെ ഭാഗമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണിപ്പോൾ കൂടുതൽ വ്യക്തമാകുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ വ്യക്തമാക്കപ്പെടുന്നതോടുകൂടി ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെതിരായിട്ട് കടന്നാക്രമിക്കാൻ കിട്ടിയ അവസരം എന്ന രീതിയിൽ അവരുപയോഗിച്ചതെല്ലാം വൃദ്ധാവരാകുന്ന ഒരു പുതിയ ചിത്രമാണ് കേരളം കാണാൻ പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും എല്ലാ കാലത്തും, ഞങ്ങളുടെ പാർട്ടിയും എല്ലാ കാലത്തും വിശ്വാസി സമൂഹത്തിൻ്റെ ഒപ്പമാണ് നിലകൊണ്ടിട്ടുള്ളത്. അത് RSSകാർക്കും BJPക്കാർക്കും UDFകാർക്കും വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ നടക്കുന്ന മതവർഗീയവാദികൾക്കും ഒന്നും ഇഷ്ടമാവുന്നില്ല എന്നതിൻ്റെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ കേരളത്തിലും വ്യാപകമായ രീതിയിൽ ഈ ധ്രുവീകരണ പ്രവർത്തനവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നവർ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ആരാണോ ഉത്തരവാദികൾ അവർക്കെതിരായി കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു നഷ്ടവും ശബരിമലയിൽ അയ്യപ്പന് സംഭവിക്കാത്ത രീതിയിൽ തിരിച്ചു പിടിക്കാനാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നതാണ് ഇപ്പോഴേറ്റവും അവസാനമായിട്ട് വന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവുക. അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അവരെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും ശിക്ഷിക്കാനും നഷ്ടപ്പെട്ടു പോയ സ്വർണം ഉൾപ്പെടെ എല്ലാം തിരിച്ചെടുക്കാനും സാധിക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്.